കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 10-11 വാർഡുകളിൽപ്പെട്ട 125ലധികം കുടുംബങ്ങൾക്ക് ശുദ്ധജലമെത്തിക്കുന്ന മുക്കേൽ ജലവിതരണ സൊസൈറ്റിയുടെ 8ാമത് വാർഷിക പൊതുയോഗം വിപുലമായ പരിപാടികളോടെ ശനിയാഴ്ച ചേർന്നു. ജലവിതരണ സൊസൈറ്റിയുടെ പ്രസിഡന്റ് CV മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി ഉദ്ഘാടനം ചെയ്തു. ജലവിതരണ പദ്ധതിയുടെ 2012-2013 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് ജലവിതരണ സൊസൈറ്റിയുടെ സെക്രട്ടറി സായി മോഹനൻ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി ജോയി, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KK ശശികുമാർ, എമ്മാനുവൽ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ജോസഫ് ജോർജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PP ചെറിയാൻ കൃതജ്ഞതയും പറഞ്ഞു. കളത്തൂർ ചാലപ്പള്ളി ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ചിട്ടുള്ള കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മുക്കേൽ ജംഗ്ഷൻ സമീപം പാലക്കുന്നിന്റെ നിറകയിൽ സ്ഥാപിച്ചിരിക്കുന്ന 20,000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ടാങ്കുകളിൽ കുടിവെള്ളം എത്തിച്ചാണ് പദ്ധതിക്ക് കീഴിൽ വരുന്ന 122 കുടുംബങ്ങൾക്ക് കൃത്യമായി കുടിവെള്ളം എത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് 2005 ഓഗസ്റ്റിൽ തുടക്കമിട്ട മുക്കേൽ ജലവിതരണ പദ്ധതി വേറിട്ട പ്രവർത്തനത്തിലൂടെ ഏവർക്കും മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ മുഖ്യ ജലസ്രോതസ്സായ കളത്തൂർ ചാലപ്പള്ളി ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ നിന്നും തുടർച്ചയായി 18 മണിക്കൂർ നേരം വെള്ളം പമ്പ് ചെയ്യുന്നതിനാൽ ക്ഷേത്രകുളത്തിനും സമീപമുള്ള കിണറുകളിലും ജലക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥിതി പരിഗണിച്ച് കൂടുതൽ ജലസമൃദ്ധിയുള്ള മറ്റൊരു കുളം കൂടി നിർമ്മിക്കേണ്ടത് പദ്ധതിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് മുക്കേൽ ജലവിതരണ പദ്ധതിയുടെ വാർഷിക പൊതുയോഗത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പദ്ധതി പ്രസിഡന്റ് CV മാത്യു അഭിപ്രായപ്പെട്ടു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 18 ശുദ്ധജല വിതരണ പദ്ധതികളുടെയും ഭാരവാഹികളുടെ യോഗം പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്തതായും ഈ യോഗത്തിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളതായും ഇവ നടപ്പിൽ വരുത്തി വരികയാണെന്നും തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KK ശശികുമാർ പറഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ ശുദ്ധജല വിതരണ പദ്ധതികളുടെയും വാർഷിക പൊതുയോഗം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ എല്ലാ വർഷവും കൃത്യമായി യോഗം ചേരുന്നതിനും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും പഞ്ചായത്ത് തല യോഗത്തിൽ തീരുമാനിച്ചതായും KK ശശികുമാർ പറഞ്ഞു. വാർഷിക പൊതുയോഗം പദ്ധതിയുടെ പ്രസിഡന്റായി CV മാത്യുവിനെയും സെക്രട്ടറിയായി സായി മോഹനെയും വീണ്ടും തെരഞ്ഞെടുക്കുകയും ഗുണഭോക്താക്കളായി എത്തിയ മുഴുവൻ പേർക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകിയാണ് വാർഷിക പദ്ധതി യോഗം അവസാനിച്ചത്.